നമുക്കൊരു സംസാരത്തിലേക്ക് കടന്നു പോകാം. പറയുന്നത് ഒരു എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊരു ദുഷിച്ച വ്യവസ്ഥയായിട്ടാണ് തോന്നുന്നത്. കുടുംബം എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു മോശം സ്ഥലമായിട്ടാണ് തോന്നുന്നത്. അവിടെ ആർക്കും സ്വാതന്ത്ര്യമില്ല. ഇതാരാണ് എന്നറിയാത്ത ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാവും. മെഗാസ്റ്റാർ മമ്മൂട്ടി അറിയാത്ത ആരും കേരളക്കരയിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അദ്ദേഹത്തെ വെച്ച് സിനിമയെടുത്തു. കാതൽ എന്ന് പറയുന്ന സിനിമ. ആ സിനിമ സംവിധാനം ചെയ്തത് ജിയോ ബേബി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്ന കാര്യം നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ സിനിമ കേരളക്കരയിൽ എന്ത് പ്രതിഫലനമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാര്യബോധമുള്ള, പക്വതയുള്ള, കാര്യങ്ങൾ വിലയിരുത്തുന്ന, അവധാനതയോടെ വിഷയങ്ങൾ നോക്കിക്കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. നമ്മുടെ നാട്ടിൽ മദ്യഷാപ്പുകളുണ്ട്. അതൊരു ദുഷിച്ച ഇടമാണ് എന്ന് ഇദ്ദേഹത്തിന്, ഈ സംവിധായകന് തോന്നുന്നില്ല. ആയിരക്കണക്കിന് വേശ്യാലയങ്ങളുള്ള ഒരു രാജ്യത്ത് അത് ദുഷിച്ച ഒരു ഇടമായി അദ്ദേഹത്തിന് തോന്നുന്നില്ല. കൊട്ടേഷൻ പാട്ടുകൾ അരങ്ങ് തകർക്കുന്നത് ഒരു ദുഷിച്ച കാര്യമായി അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. അതുപോലെ മാഫിയ സംഘങ്ങൾ അരങ്ങ് തകർക്കുന്ന ഒരു രാജ്യത്ത് അത് മോശമായി അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. ഗാന്ധിജിയെ പോലെയുള്ള, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള, മൗലാന അബുൽ കലാം ആസാദിനെ പോലെയുള്ള, മൗലാന ഷൗക്കത്ത് അലി സഹോദരന്മാരെ പോലെയുള്ള ലോകം കണ്ട മഹാ ആളുകളെ നിർമ്മിച്ചെടുത്ത കുടുംബ സംവിധാനം ഏറ്റവും ചീപ്പായി കേരളത്തിലെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഈ കേരളത്തിലെ കലാകാരന്മാരെ നിർമ്മിക്കുന്ന, ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന സിനിമ എന്ന് പറയുന്ന അത് സംവിധാനം ചെയ്യുന്ന ജിയോ ബേബിക്ക് സുന്ദരമായ ഒരു ഭവനത്തെയും ആ ഭവനത്തിലെ അച്ഛനെയും അമ്മയെയും അവിടെ അച്ഛൻ്റെ അമ്മയുടെ ശിക്ഷണത്തിൽ വളർന്ന മകനെയും ആ അച്ഛൻ്റെ സംരക്ഷണത്തിൽ വളർന്ന മകളെയും കാണുമ്പോൾ അതൊരു ദുഷിച്ച ഇടമായി തോന്നുന്നുവെങ്കിൽ നാം ഉറക്കെ പറയുന്നു, ദുഷിച്ചത് വീടല്ല, അങ്ങയുടെ ഹൃദയവും മനസ്സും മനസാക്ഷിയുമാണ്.